അന്നൊരു ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് മാധവനും ലീവായിരുന്നു. കൃഷ്ണവേണിയാണ് അന്നത്തെ ഭക്ഷണം മാധവന് കൊണ്ടുപോയി കൊടുത്തത്. അത് പക്ഷേ അയാൾക്കിഷ്ടമായിരുന്നില്ല. എന്തേ പറ്റി പാറുക്കുട്ടിക്ക്? അയാൾ ആകാംക്ഷയോടെ തിരക്കി. കൃഷ്ണവേണിക്ക് അത് കേട്ടതും മുഖം വാടി. എന്തേ, ഞാൻ കൊണ്ടുവന്നത് ഇഷ്ടായില്ലേ? എന്നും ഓളല്ലേ കൊണ്ടുവന്ന് തരണത്? ആ മട്ടും ഭാവവും ഒന്നും മാധവന് ഇഷ്ടമായില്ല. അയാൾ പാറുവിനെ അന്വേഷിച്ച് മട്ടുപ്പാവിലേക്ക് നടന്നു. അകത്തെവിടെയോ പാറുവിൻ്റെ സംസാരം കേൾക്കാം. അയാൾക്ക് ഒന്ന് കാണണമെന്ന് തോന്നി. പക്ഷേ അതെല്ലാം നടന്നുകൂടാ. കാരണം ഇവിടെ നടക്കുന്നതൊന്നും മറ്റാരുടെയും സമ്മതപ്രകാരമോ അറിവോടുകൂടിയോ അല്ലല്ലോ. നങ്ങയ്ക്ക് മനസ്സിലായി മാധവൻ്റേത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അവർ പാറുവിനെ സൂത്രത്തിൽ പുറത്തേക്ക് വിളിച്ചു. പാറുക്കുട്ടിയെ, ഇത്തിരി സംഭാരം മാധവന് കൊണ്ടുപോയി കൊടുത്തോളാ. അതു കേട്ടതും പരമൻ വേഗം മൺചട്ടിയിലിരിക്കുന്ന തൈരെടുത്ത് അല്പം ഉള്ളിയും കാന്താരിയും ചതച്ചിട്ട് കുറച്ച് വെള്ളം നീട്ടിയെടുത്ത് മാധവന് കൊണ്ടുപോയി കൊടുത്തു. താൻ ഇച്ഛിച്ചത് മറ്റൊന്ന്, കിട്ടിയത് ഇങ്ങനെയും. അയാൾക്ക് നിരാശ തോന്നി. പരമേശ്വരൻ കഴിയുന്നതും മാധവനിൽ നിന്ന് പാറുവിനെ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ പാറു അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തയായിരുന്നു. കൃഷ്ണവേണി മാധവന് സമീപത്തു നിന്ന് മാറിയതേയില്ല. അച്ഛനായ രാമൻ നായർ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിന്റെ മുറച്ചക്കനല്ലേ ഓൻ, പോരെങ്കില് വിഭാര്യനും. നിനക്ക് സമ്മതാച്ചാ ഞാൻ നങ്ങേനോട് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് ഉറപ്പിക്കാം. ഇക്ക് സമ്മതാ, പക്ഷേല് മാധവേട്ടന് സമ്മതാണോന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ച് സംവദിക്കാനായി അയാൾ നങ്ങയും ശംഖുനായരും ഒരുമിച്ചിരിക്കുന്ന ഉമ്മറത്തേക്ക് വന്നു. മാധവൻ തനിയെ എത്രന്നു കരുതിയാ കഴിയണേ? ഓന് സമ്മതാച്ച എൻ്റെ കൃഷ്ണനെ മാംഗല്യം ചെയ്തോട്ടെ. അയാൾ ഒരു മറുപടിക്കായി ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി. അതിനിപ്പോ ഓനക്ക് മാംഗല്യം വേണ്ടാന്ന് പറഞ്ഞാണ് കഴിയണത്. ഓനെ നമ്മക്ക് നിർബന്ധിക്കാനും കഴിയില്ലല്ലോ. പിന്നിപ്പോ ഓൻ്റെ കാര്യങ്ങളൊക്കെ പാറുക്കുട്ടി നോക്കണുണ്ട്. അതിനൊന്നും ഒരു കുറവും വരുത്തണില്ല. അതിന് പരമന് തൃപ്തിയാവോ? ഓനതിന് സമ്മതിക്കോ? എന്തായാലും ഈ സ്വത്തിനൊക്കെ ഒരവകാശി വേണ്ടേ? അയാളുടെ ആകാംക്ഷയും വെപ്രാളവും കണ്ട് നങ്ങേമ്മയ്ക്ക് ഉള്ളിൽ ചിരിയുണർന്നു. അതിനിപ്പം മാമ സങ്കടപ്പെടണ്ട. ഞാനും ഓനും കൂടി ചേർന്ന് അതിനുള്ള സമാധാനം ഉണ്ടാക്കിക്കൊള്ളാം. ആ പറഞ്ഞത് രാമൻ നായർക്ക് ഒട്ടും ഇഷ്ടമായില്ല. കൃഷ്ണേ, എന്തേ പിന്നെ നോക്കി നിൽക്കണത്? പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. നേരം കുറച്ചായിട്ടുണ്ടേ. അച്ഛാ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരണുള്ളൂ. പാറുവിന് കൂട്ടായിട്ട് ഞാൻ നിന്നോട്ടെ. എങ്കിൽ പിന്നെ കൃഷ്ണൻ 2 ദിവസം കഴിഞ്ഞ് വന്നോളും. മാമ പൊയ്ക്കൊള്ളൂ, നങ്ങ പറഞ്ഞു നിർത്തി.